ഹൈക്കമാൻഡ് വിളിച്ച കേരള നേതാക്കളുടെ യോഗത്തിൽ നിന്ന് ശശി തരൂർ വിട്ടുനിന്നത് അവിടെ ചർച്ചയായി. അവഗണിച്ചു എന്നത് തരൂരിന്റെ തോന്നൽ മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി നേതാക്കളെ അറിയിച്ചു. നേതാക്കളുടെ ലിസ്റ്റിൽ തരൂരിന്റെ പേരുണ്ടായിരുന്നില്ല. അതെന്താ തരൂരിന്റെ പേര് ഇല്ലാതെ പോയത്? അതുകൊണ്ടാണ് തരൂരിന്റെ പേര് വിട്ടുപോയതെന്നാണ് വിശദീകരണം. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും പഞ്ചായത്ത് സംഗമമൊക്കെ ഗംഭീരമായിട്ടൊക്കെ നടത്തി. അതിൽ ശശി തരൂര് ഈ രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് പ്രസംഗിച്ചത് അത് പൈലറ്റ് പ്രസംഗം എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുക. പണ്ട് നമ്മളൊക്കെ ഈ പൈലറ്റ് പ്രസംഗത്തിന് പോയിട്ടുണ്ട് ചില നേതാക്കളുടെയൊക്കെ. ആ സമയത്ത് ഒറിജിനൽ സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് ഒരു പൈലറ്റ് പ്രസംഗം കാഴ്ചവെക്കും. അപ്പോൾ ആ പൈലറ്റ് പ്രസംഗം നടത്തുന്ന ആളായി രാഹുൽ ഗാന്ധിയുടെ ചടങ്ങിൽ ശശി തരൂരിനെ മാറ്റി എന്നുള്ളതാണ് ശശി തരൂരിന്റെ ആക്ഷേപം. ഇതിൽ രാഹുൽ ഗാന്ധി ഇത് ചർച്ചയായോ ഹൈക്കമാൻഡിൽ ഇന്നലെ? എന്താണ് രാഹുൽ ഗാന്ധിയുടെ മറുപടി ഇക്കാര്യത്തിൽ? നോബൽ അരുൺ, ഇന്നലെയാണ് കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് ചർച്ച നടത്തിയത്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പ്രവർത്തക സമിതി അംഗങ്ങൾ അടക്കമുള്ള ആളുകളെയായിരുന്നു ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചത്. പക്ഷേ തരൂർ ഒഴികെ ബാക്കി എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ചെയ്തു. സ്വാഭാവികമായും തരൂർ പങ്കെടുക്കാത്ത ആ യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്തു. എന്തുകൊണ്ട് തരൂർ വന്നില്ല എന്ന ചോദ്യം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രധാനമായും ആ ചോദ്യത്തിന് ഉത്തരം പ്രത്യേകിച്ച് നേരത്തെ തന്നെ തരൂർ കടുത്ത അതൃപ്തിയിലാണ് എന്ന് വ്യക്തമായിരുന്നു. കാരണം മഹാപഞ്ചായത്തിൽ, കൊച്ചി നടന്ന മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി വേണ്ട പരിഗണന നൽകിയില്ല, ഷെയ്ഖാന് പോലും വേണ്ട രീതിയിൽ നൽകിയില്ല. അത് മാത്രമല്ല നേതാക്കളുടെ പേരുകൾ വായിച്ചപ്പോൾ അതിൽ തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയില്ല. തരൂരിനോട് നേരത്തെ പ്രസംഗം അവസാനിപ്പിക്കാൻ, രാഹുൽ വരുന്നതിന് മുൻപ് തന്നെ പ്രസംഗം എത്രയും വേഗം അവസാനിപ്പിക്കാൻ അടക്കം പറഞ്ഞു എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് തരൂരിന് ഈ വിഷയത്തിൽ ഉണ്ടായത്. ഈ കാര്യങ്ങൾ ആ യോഗത്തിലേക്ക് എന്താണെങ്കിൽ ഇന്നലെ നടന്ന ഹൈക്കമാൻഡ് യോഗത്തിലേക്ക് ചർച്ചയായി വരികയും ചെയ്തു. ഇതിൽ രാഹുൽ ഗാന്ധി ഒരു വ്യക്തത വരുത്തുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരു അവഗണനയും തരൂരിന് നേരെ ഉണ്ടായില്ല എന്നതാണ്. അദ്ദേഹത്തിന് തോന്നൽ മാത്രമാണ്. അദ്ദേഹത്തിന് ലഭിച്ച ലിസ്റ്റിൽ പേരുകൾ തരൂരിന്റെ പേര് ഉണ്ടായിരുന്നില്ല എന്ന് രാഹുൽ പറയുന്നു. അതുകൊണ്ടാണ് പേര് വായിക്കാത്തതാണ് രാഹുൽ ഇതിൽ നേതാക്കളോട് വിശദീകരിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ എന്താണെങ്കിലും വലിയ തരത്തിൽ ആ തരൂരിന്റെ അസാന്നിധ്യം ചർച്ചയായിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്നലെ നടന്നത്. എങ്ങനെയായിരിക്കണം സ്ഥാനാർത്ഥി നിർണ്ണയം, പ്രചരണം അടക്കമുള്ള കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായൊരു യോഗത്തിൽ എന്തുകൊണ്ട് പ്രവർത്തക സമിതിയാണ്, കോൺഗ്രസിന്റെ ഏറ്റവും പരമോന്നത സമിതിയാണ് പ്രവർത്തക സമിതി എന്ന് പറയുന്നത്, അതിലെ അംഗം പങ്കെടുത്തില്ല എന്ന് വലിയ തരത്തിൽ അവിടെ ചർച്ചയിലേക്ക് വന്നു എന്ന് തന്നെ പറയുന്നു. നേതാക്കൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബുക്കിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് തരൂർ നേരത്തെ തന്നെ സമയം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു മാറിയെങ്കിലും അങ്ങനെയല്ല സാഹചര്യം എന്ന് ഏറെക്കുറെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് തരൂരിനെ താൻ അവഗണിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഇനിയിപ്പോൾ താരപ്രചാരകടക്കം പട്ടിക വരാൻ പോവുകയാണ്. സംസ്ഥാനത്ത് വലിയ തരത്തിൽ പ്രചരണം കൊഴുപ്പിക്കുന്ന സമയമാണ്. ഈ സമയത്ത് തരൂർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് പ്രധാനമാണ്. ഇപ്പോഴത്തെ ഈ ഉടക്ക് തരൂർ തുടരുകയാണെങ്കിൽ അത് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അരുൺ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പൈലറ്റ് പ്രസംഗത്തിന് പോയി അല്ലേ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ സ്ഥലത്തും ഈ നേതാവ് സമയത്തിനുള്ളിൽ നമ്മുടെ നേതാവ് കടന്നു വരികയാണെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകും. പക്ഷേ ഈ നേതാക്കന്മാരിയ്ക്കുമ്പം പൈലറ്റ് പ്രസംഗികൻ അവിടെ ഉണ്ടാവില്ല, അയാൾ അടുത്ത വേദിയിലായിരിക്കും. അതാണ് ശശി തരൂരിന് അല്പം അമർഷമുണ്ടാക്കിയത്. രാഹുലിന്റെ സാന്നിധ്യത്തിൽ പ്രസംഗിക്കാനായിരുന്നു തരൂരിന് മോഹം. പക്ഷേ ആ മോഹം നടന്നില്ല.